എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ നാളെ അവസാനിക്കും. അതായത് ജൂൺ 17-ാം തീയതി അവസാനിക്കുന്നതാണ്. ജൂൺ 17-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് FI-UGP പ്രോഗ്രാംസ് അതുപോലെ FI-IMB പ്രോഗ്രാംസ് എന്നിവയിലേക്ക് സെപ്പറേറ്റ് അപേക്ഷകൾ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. FI-UGP എന്ന് പറഞ്ഞാൽ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ്. അതിൽ ഈ ഒരു ഡിഗ്രി ഹോണേഴ്സ് ഡിഗ്രി അതുപോലെ ഹോണേഴ്സ് വിത്ത് റിസർച്ച് എന്നിങ്ങനെയുള്ള ആ ഒരു കോഴ്സുകളാണ് വരുന്നത്. അത് കോളേജുകളിൽ വെച്ചിട്ടാണ് ആ ഒരു കോഴ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാവുക. അതുപോലെ തന്നെ FI-IMB പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ 4 ഇയർ ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റർ പ്രോഗ്രാംസ് ആണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ വെച്ചിട്ടാണ്. അതായത് ഈ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടേതായതുകൊണ്ട് തലശ്ശേരി പാലയാട് ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അത് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലാണ് അതിൻ്റെ ആ ഒരു ക്ലാസ്സുകളൊക്കെ ഉണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏതിലാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത്? നിങ്ങൾക്ക് രണ്ടിൽ വേണമെങ്കിൽ രണ്ടിലും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ FI-UGP പ്രോഗ്രാംസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് അതായത് ഇപ്പോൾ കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ ആണെങ്കിൽ FI-UGP പ്രോഗ്രാംസിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ FI-IMB ആണെങ്കിൽ അതായത് 4 ഇയർ ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റർ പ്രോഗ്രാംസിൽ കൂടി അപ്ലൈ ചെയ്യണമെങ്കിൽ ആദ്യം ഇതിൽ അപേക്ഷിച്ച ശേഷം പിന്നീട് അതിൽ വീണ്ടും ആ ഒരു ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പുതുതായിട്ട് അതിലേക്ക് വീണ്ടും അപേക്ഷിച്ചാൽ മതിയാകും. അപ്പോൾ രണ്ടിലും സെപ്പറേറ്റ് അപേക്ഷയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അപേക്ഷകൾ നാളെയാണ് അവസാനിക്കുക. അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യവും നാളെ വരെയാണുള്ളത്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ വിദ്യാർത്ഥികൾ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. ഏകദേശം ഒരു 200 രൂപയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ വരിക. അതായത് വീണ്ടും എഡിറ്റ് ചെയ്യണമെങ്കിൽ ആ രീതിയിലാണ് പിന്നീട് ഫീസ് വരുന്നത്, എഡിറ്റ് ചെയ്യാനുള്ള ഫീസ് വരുന്നത്. നിലവിൽ നിങ്ങൾക്ക് നാളെ വൈകുന്നേരം വരെ എഡിറ്റ് ചെയ്യാനായിട്ട് യാതൊരുവിധ ഫീസും ആവശ്യമില്ല. ജസ്റ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെയായിട്ട് തന്നെ അതായത് ഈ ഒരു FI-UGP എന്നുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അഡ്മിഷൻസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് FI-UGP ആൻഡ് FI-IMB പ്രോഗ്രാംസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് FI-UGP അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന് അപ്ലൈ ചെയ്യാം. അതുപോലെ FI-IMBക്കും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലും ക്ലിക്ക് ചെയ്ത് സെപ്പറേറ്റ് ആപ്ലിക്കേഷനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ FI-UGPയിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ വിവിധ കോഴ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോഴ്സിൻ്റെ ഇവിടെ എയറോ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കോഴ്സിൻ്റെ എലിജിബിലിറ്റി എന്താണ്, ആ ഒരു കോഴ്സ് ഏതൊക്കെ കോളേജുകളിലാണ് ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു ഓരോ കോഴ്സുകളും ഏതൊക്കെ കോളേജുകളിലാണ് ഉള്ളത് എന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ അതായത് ഞാനിപ്പോൾ ഈ ഒരു ലാൻഡ്സ്കേപ്പ് മോഡലാണ് ഫോൺ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫോൺ നേരെ പിടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ ഒരു കോളേജും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് രജിസ്റ്റർ ഹിയർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ആ ഒരു പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാപ് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഇവിടെ നിങ്ങൾക്ക് രജിസ്ട്രേഷനായിട്ട് ഏകദേശം 8 സ്റ്റെപ്സ് ആണുള്ളത്. അപ്പോൾ ആ ഒരു 8 സ്റ്റെപ്സും കംപ്ലീറ്റ് ചെയ്യുക. 8 സ്റ്റെപ്സിൽ ഫീ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏകദേശം 800 രൂപയാണെന്നാണ് തോന്നുന്നത് യൂണിവേഴ്സിറ്റിയുടെ ഫീസിനത്തിൽ വരുന്നത്. അപ്പോൾ അത് എത്രയാണെന്നുള്ളത് ഹോം പേജിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത് നോക്കിയാൽ മതി. അതായത് ഇവിടെ ഫീസും കാര്യങ്ങളൊക്കെ ഇവിടെ സാധാരണഗതിയിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതായത് 600 രൂപയാണ് ഫീസ് വരുന്നത്. SC/ST ആണെങ്കിൽ 300 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ ഈ രീതിയിലാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷനുകൾ ഉൾപ്പെടെ എഡിറ്റ് ചെയ്യാം. ഓപ്ഷൻ നൽകുന്ന സമയത്ത് നിങ്ങൾ കോളേജിൻ്റെ ആ ഒരു ദൂരം, നിങ്ങളുടെ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോകാനുള്ള ദൂരം, അതുപോലെ ഹോസ്റ്റൽ സൗകര്യം എന്നിവയൊക്കെ കൃത്യമായിട്ട് നോക്കിയ ശേഷം മാത്രം ഓപ്ഷനുകൾ കൊടുക്കുക. അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ നടക്കുന്നത് ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് നടക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സീറ്റ് കൺഫേം ചെയ്യാനായിട്ട് ഫീസ് അടക്കുകയാണ് ചെയ്യേണ്ടത്. ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ സീറ്റ് നഷ്ടപ്പെടുന്നതും പിന്നീടുള്ള അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടുന്നതും ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ അത് പിന്നീട് എന്ന് പറയുമ്പോൾ സെക്കൻഡ് അലോട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ആദ്യം ചെയ്യുക. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫീ പേയ്മെൻറ്റ് ഓൺലൈനായിട്ട് ചെയ്യുക. ഓൺലൈനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫീസിൻ്റെ ആ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ് കിട്ടുന്നതാണ്. അത് സൂക്ഷിച്ച് വയ്ക്കുക. അതുപോലെ തന്നെ
വിദ്യാർത്ഥികൾക്ക് പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് ഫസ്റ്റിൽ കിട്ടിയ ആ സീറ്റ് തന്നെ മതി എന്നാണെങ്കിൽ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാം. ഇനി അതല്ല ഫസ്റ്റ് ഓപ്ഷനിൽ കിട്ടിയ അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ ഓപ്ഷൻ വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യുക. ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റ് പരിഗണിക്കില്ല. അതുകൊണ്ടാണ് ഫീ പേയ്മെൻറ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, അവർ സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾക്ക് എവിടെയാണോ പുതുതായിട്ട് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ളത്, അപ്പോൾ ആദ്യമായിട്ട് കിട്ടിയ വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടും. അപ്പോൾ അത് എടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ആ ഒരു കോളേജുകളിൽ പോയിട്ട് അഡ്മിഷൻ നേടുകയാണ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ, അതായത് ഡിഗ്രി കോഴ്സുകളിലേക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇന്നോ നാളെയോ ആയിട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. ടോട്ടലായിട്ട് 8 സ്റ്റെപ്സാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾ അപേക്ഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നാളെ വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉൾപ്പെടെ നിങ്ങൾക്ക് ഏതൊരു വിവരങ്ങളും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പേജിൽ ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, അതുപോലെ തന്നെ ഈ ഒരു വെരിഫിക്കേഷൻ കോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് നമ്പേഴ്സ് കാണാം, അതാണ് വെരിഫിക്കേഷൻ കോഡ്. അതുകൂടി നൽകി സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. അതുപോലെ ഹോം പേജിൽ തന്നെ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് രജിസ്റ്റർ ഹിയർ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാസ്വേഡ് മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.